ചതിക്കല്ലേ? നമ്മുടെ സംസ്ഥാനത്തിന്റെ ജയപാത്രമാണ്. നമ്മുടെ യൂണിറ്റിലേക്ക് പ്രതിസന്ധി വന്നാലും നമ്മൾ ചേർത്ത് നിർത്തുകയും കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സംഘടനാപരക്കാരൻ ജയപാത്രാണ് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയാണ് മറ്റുള്ളത്.
നാളുകളായിട്ട് വളരെ നല്ല പ്രവർത്തനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ സ്ഥാപനങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ട് നേരിട്ടത് സംഘടനയുടെ അനിവാര്യത അവരെ ബോധ്യപ്പെടുത്തുകയും ഇപ്പോൾ കാക്കനാട് യൂണിറ്റിന് വേണ്ടിയിട്ടും KHRക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു ഈ റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാൻ മാസത്തിലാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഹോട്ടലുകൾ, ബേക്കറികൾ, ലോഡ്ജുകൾ, ഇതിനെയൊക്കെ ലക്ഷ്യം വന്നുകൊണ്ട് നേരത്തെ ഒരു ദിവസം നമ്മൾ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ വേതനമല്ലാതെ ഒരു ദിവസം വേതനം പോലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒത്തിരിയേറെ ഹോട്ടലുകൾ, ബേക്കറികളെല്ലാം നമ്മൾ പ്രവർത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരുടെ കുടുംബത്തിന് ഒരു അത്താണി ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം അസോസിയേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം പ്രതിസന്ധി നടത്താനിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ പറയുന്നത്. ഇവരുടെ ഉപജീവനത്തിൻ്റെ ഒരു മാർഗം ആദ്യമായിട്ട് ഇതിൻ്റെ കൂട്ടായ്മയ്ക്കും വളർച്ചയ്ക്കും എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേടുകയാണ്. ഇതിനോടനുബന്ധിച്ച് ഇന്ന് ഇഫ്താർ സംഗമം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, നോമ്പെന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും
അടിസ്ഥാന തത്വമാണ്. തിമിംഗലം 6 മാസം ഭക്ഷണം കഴിച്ചാൽ പിന്നെ 6 മാസം ഭക്ഷണം കഴിക്കരുത്. നോമ്പ് നമ്മൾ സാധാരണയായി കാണുന്ന തവള 4 ആഴ്ചയെങ്കിലും ഭക്ഷണം കഴിക്കാതെ വ്രതത്തിൽ ഇരിക്കുന്നു. പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വർഷത്തിൽ ഇലപൊഴിക്കുന്ന മരങ്ങളുണ്ട്. അതും അതിൻ്റെ നോമ്പിൻ്റെ ഒരു ഭാഗം. ഓരോ മതങ്ങളെയും എടുത്തു കഴിഞ്ഞാൽ ക്രിസ്തീയ സഹോദരങ്ങളുടെ നോമ്പ് അവസാനിച്ചിട്ട് ദിവസങ്ങളാണ്. ക്രിസ്തീയ സഹോദരങ്ങളുടെ നോമ്പിൻ്റെ ശ്രേഷ്ഠത ഇപ്പോൾ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കും. ഏകാദശി വ്രതം സാറിനെയും യൂണിറ്റ് കമ്പനിക്ക് വേണ്ടി ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എത്ര മനോഹരമായ ഒരു നോമ്പിൻ്റെ കാഴ്ചപ്പാടാണ് ഹിന്ദു സഹോദരങ്ങൾ പങ്കുവയ്ക്കുന്നത്. പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് പരിവാഹനമായിട്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹിന്ദു സഹോദരങ്ങൾ പങ്കുവയ്ക്കുന്നത് നോമ്പിന് ശ്രേഷ്ഠതയുണ്ടെന്നാണ്. എല്ലാ മതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും നോമ്പിന് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. നോമ്പ് നയിക്കേണ്ടത് എപ്പോഴും ഒരു ആത്മീയതയിലേക്കാണ്. ഈ ആത്മീയതയിലേക്ക് നോമ്പ് കൈപിടിച്ചുയർത്തുന്നില്ലെങ്കിൽ അതൊക്കെ വെറും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി മാറും. എല്ലാ മതങ്ങളിലും ഇന്ന് സംഭവിച്ചു പോയിരിക്കുന്ന വലിയൊരു അപകടമെന്ന് പറയുന്നത് ഇതെല്ലാം വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനപ്പുറം അതിൻ്റെ പ്രായോഗികമായ തലത്തിലേക്ക് അത് തരുന്നതായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. ഞാനായിരിക്കുന്ന ക്രിസ്തുമതത്തിൻ്റെ ചിന്ത വെച്ച് ഞാനിപ്പോൾ പങ്കുവയ്ക്കാം. ക്രിസ്തു നോമ്പിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു, ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രയറിനെ കുറിച്ച് പറയുന്നു. അതൊക്കെ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും അതിൻ്റെ നിഷ്ഠകളെല്ലാം വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നു. ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ക്രിസ്തു പറയുന്ന വളരെ മനോഹരമായ ഒരു സംഭവം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്തു. അക്രമികൾ അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ സാധനങ്ങളെല്ലാം കവർന്നെടുത്ത് മുറിവേറ്റ് അദ്ദേഹം വഴിയരികിൽ കിടക്കുകയാണ്. മതത്തെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതൻ ആ വഴിയിലൂടെ കടന്നുപോയി, തിരിഞ്ഞു നോക്കിയില്ല. മതത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ശാസ്ത്രിമാര് ആ വഴിയിലൂടെ കടന്നുപോയി, അവരും തിരിഞ്ഞു നോക്കിയില്ല. ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരും ഉപവാസമെടുക്കുന്നവരും ചിട്ടയായി മതത്തിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നവരൊക്കെയാണ്. പക്ഷേ ക്രിസ്തു വീണ്ടും അടുത്ത ഒരാളെ ചൂണ്ടിക്കാണിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ശമരിയക്കാരനെന്നാണ്. ഈ ശമരിയക്കാരൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജാതിയിൽപ്പെട്ടവനല്ല, വിജാതീയൻ. മാത്രമല്ല അവരുടെ ചിന്താഗതിയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ്. അങ്ങനെയുള്ള ഒരു സമറിയക്കാരൻ ആ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ കാണുകയും അദ്ദേഹത്തെ താങ്ങിയെടുത്ത് അദ്ദേഹത്തിന് മുറിവുകളൊക്കെ വെച്ച് കെട്ടി അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലാക്കി അവിടെ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് ആവശ്യമായിരിക്കുന്ന പണവും ഏൽപ്പിച്ച് ഇനി ഇതും പ്രൗഢമായ ഈ ഇഫ്താർ സംഗമത്തിൻ്റെയും ഈ പരിപാടിയുടെയും അധ്യക്ഷൻ ബഹുമാന്യനായ അനീഷ് കുമാർ, ഈ സംഘത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച KHRയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ ജയപാൽ സാർ, ഉദ്ഘാടനം നിർവഹിച്ച
മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രാധാമണി പിള്ള മാഡം, ഇവിടെ സംസാരിച്ച ബഹുമാന്യനായ ഷാജി വർഗീസ് താമരച്ചാൽ ഫാദർ അവർകൾ, വേദിയിലും സദസ്സിലുമായി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന ഈ സംഘടനയുടെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് ഭാരവാഹികൾ, പ്രവർത്തകന്മാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഓരോരുത്തരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യേണ്ട വിധം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളാണ് ഈ വേദിയിലുള്ളത്. സമയ ദൗർലഭ്യത ഭയന്നുകൊണ്ട് ഏതാനും ചില വാക്കുകൾ ഇഫ്താർ സന്ദേശം നൽകുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഈ മനോഹരമായ സായാഹ്നം പ്രശാന്തസുന്ദരമാക്കുന്നത് എല്ലാറ്റിനും അപ്പുറം ഒരുമിച്ചിരിക്കാൻ നമുക്ക് കഴിയുന്നു എന്നതാണ്. ഈ സംഘടനയുടെ ഓഫീസ് ഉദ്ഘാടനം നടത്തപ്പെട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നൊരു നിമിഷം. അത് ഈ നോമ്പുകാലത്ത് ഇഫ്താർ സംഘടിപ്പിച്ചായത് ഞാൻ അതിൻ്റെ പ്രവർത്തകരെ, സംഘാടകരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അനിവാര്യമായ ഇരുത്തത്തിൻ്റെ കൂടിച്ചേരലുകളുടെ ഒരു കാലത്താണ് നമ്മളുള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് ബോധ്യമുള്ള കാര്യം. പരസ്പരം അകന്നു പോകുന്ന സമൂഹങ്ങൾക്കിടയിൽ കൂറ്റൻ മതിലുകൾ നിർമ്മിക്കപ്പെടുന്ന ഈ കാലത്ത് അതിലപ്പുറം ഒരുമിച്ചിരിക്കാനും ഹൃദയം തുറന്ന് സംസാരിക്കാനും ഹൃദയങ്ങൾ സംവേദനം നടത്താനും ഇനിയും ഒട്ടേറെ മനുഷ്യരുണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച ആദരണീയരായ ഫാദർ സൂചിപ്പിച്ച പോലെ അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥി ജോൺ സാർ എത്തിയിരുന്നു. ഏതൊരു മതവും ആ വിശ്വാസികളെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആത്മീയമായ അനുഭൂതികളിലേക്കാണ്. ആ ആത്മീയമായ അനുഭൂതി നിലകൊള്ളുന്നത് ഹൃദയപരതയിലാണ്. പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്താണ് മതം? ആ സമയത്ത് പ്രവാചകന്റെ മറുപടി പരസ്പരമുള്ള ഗുണകാംക്ഷ എന്നാണ്. എന്താണ് മതം എന്ന് വീണ്ടും ചോദ്യകർത്താവ് ആവർത്തിച്ച് ചോദിക്കുന്നു. ഇതിലപ്പുറം മറ്റൊരു മറുപടി ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ആവർത്തിക്കുമ്പോഴും അസന്നിഗ്ധമായി പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് മതമെന്നാൽ അദ്ദീൻ, മതമെന്നാൽ ഗുണകാംക്ഷ, അന്നസിഹ എന്നാണ് അറബിയിൽ അതിനെ പറയുന്നത്. എന്താണ് ഗുണകാംക്ഷ? എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കും. ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താണ് നബിയെ മതം? എന്താണ് പ്രവാചകരെ മതം? ആ ചോദ്യങ്ങളിൽ മറ്റൊരു മറുപടിയും പറയാതെ പ്രവാചകൻ വീണ്ടും പറഞ്ഞ മറുപടി എല്ലാ മനുഷ്യർക്കും നന്മയുണ്ടാവണമെന്ന ഉദാത്തമായ ഭാവമാണ്. ഹൃദയങ്ങളിൽ അങ്ങനെ കുടികൊള്ളുന്ന ആ കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് നിന്നിൽ മതം തുടികൊള്ളുന്നത് എന്ന് പ്രവാചകൻ ആ മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. മദീനയിലെ പ്രവാചകന്റെ നഗരിയിലെ വിശുദ്ധമായ പള്ളി, ആ പള്ളിയിൽ ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്ന് വിസർജ്യം നടത്തി. ഒരു മതത്തിൻ്റെ
ഏറ്റവും വിശിഷ്ടമായ ഭവനത്തിന് അകത്ത്, പള്ളിയുടെ അകത്ത് വന്ന് വിസർജ്യം നടത്തി. സ്വാഭാവികമാണ് അവിടെ പ്രകോപിതരാകുന്ന അനുചരന്മാരുണ്ടാകും. പ്രവാചകന്റെ അനുചരന്മാർ ആ മനുഷ്യന് നേരെ ഓടിയെടുത്തപ്പോ തൻ്റെ പ്രിയപ്പെട്ട അനുചരരെ തടഞ്ഞു വച്ച് പ്രവാചകൻ പറഞ്ഞ മറുപടി ഇതാണ്: ഒന്നും ചെയ്തുകൂടാ ആ മനുഷ്യൻ, ഒന്നും ചെയ്തുകൂടാ ആ മനുഷ്യൻ. അതിലപ്പുറം ആ മനുഷ്യൻ വിസർജ്യമാക്കി മലിനപ്പെടുത്തിയ സ്ഥലം നിങ്ങൾ വെള്ളം കൊണ്ടുവന്നു, നിങ്ങളാണ് അത് വൃത്തിയാക്കേണ്ടത് എന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു മൂല്യം പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി. നിങ്ങളാണ് അത് വൃത്തിയാക്കേണ്ടത്, ആ മനുഷ്യനല്ല. ആ മനുഷ്യൻ എത്ര പ്രകോപിതമാക്കാൻ എന്ത് ഉദ്ദേശത്തോടെ ചെയ്താൽ പോലും നിങ്ങൾ ആ മനുഷ്യനോട് ഏറ്റവും മനോഹരമായ ഉത്കൃഷ്ടമായ ഭാവത്തോടെ, സ്നേഹം നിറഞ്ഞ മനസ്സോടെ, കാരുണ്യം നിറഞ്ഞ പെരുമാറ്റത്തോടെ നിങ്ങളങ്ങനെ നിലകൊള്ളണമെന്ന് തൻ്റെ അനുചരനെ പഠിപ്പിക്കുന്നു പ്രവാചകൻ. ഇതാണ് മതത്തിൻ്റെ ആത്മ. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനാണ് പഠിച്ചത്. അവരവർ അവരുടെ മതങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുക, എല്ലാവർക്കും ആ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുക. നമ്മോടൊരാൾ വല്ലതും ചോദിച്ചു വരുമ്പോൾ ആ മനുഷ്യന് നമ്മൾ വല്ലതും നൽകും. അതൊരു കാരുണ്യമാണ്, ഹൃദയപരതയാണ്, ആർദ്രത കൊണ്ടാണ്. കാരുണ്യം കൊണ്ട് നമ്മളത് ചെയ്തേക്കും. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരികിൽ ഏതോ ആക്സിഡന്റിൽ അകപ്പെട്ട് ഒരു മനുഷ്യൻ അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ തൊട്ടടുത്ത ആശുപത്രിയിലേക്കോ മറ്റോ കൊണ്ടുപോകും. അത് നമ്മുടെ ഹൃദയത്തിൽ തുടികൊള്ളുന്ന അപാരമായ കാരുണ്യമാണ്. അതിലപ്പുറം നമ്മുടെ മക്കൾക്ക് വല്ലതും സംഭവിക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് വല്ലതും ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് വല്ലതും ചെയ്തു കൊടുക്കുമ്പോൾ ആ ചെയ്തു നൽകുന്നത് കാരുണ്യത്തിനപ്പുറം ഏറ്റവും ഹൃദ്യമായ സ്നേഹം കൊണ്ടാണ്. അതേറ്റവും ഇഷ്ടപ്പെട്ടത് നൽകാൻ നാം ശ്രമിക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ, ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകേണ്ടത് അങ്ങനെയാണ്. വറുതിയുടെ കാലത്ത്, പട്ടിണിയുടെ കാലത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടത് അലാ ഹുബ്ബി, ഇഷ്ടത്തോടുകൂടെ ആയിരിക്കണം. നിന്റെ മക്കളെ പരിചരിക്കുന്ന പോലെ, മക്കൾക്ക് നൽകുന്നത് പോലെ. അതിലപ്പുറം ഉദാരമായ ഹൃദയത്തിൻ്റെ വികാരമായ സ്നേഹത്തോടുകൂടെയാണ് നിങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് നിർത്തി അവർക്കായി നൽകേണ്ട ഭക്ഷണവും മറ്റു ദാനവും എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാലം കൂടിയാണ് ഈ റമദാൻ കാലം. അലാ ഹുബ്ബി, അതേറ്റവും മുന്തിയത്, ഏറ്റവും നല്ലത് നൽകണമെന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കഥയുണ്ട്, ഗുഹാനിവാസികളുടെ കഥ. ആ ഗുഹാനിവാസികൾ വർഷങ്ങളോളം അവർ ഗുഹയിൽ അകപ്പെട്ട് നീണ്ട നിദ്ര, അതിനുശേഷം അവരെ വീണ്ടും ദൈവം ഉണർത്തിയെന്നാണ്. ദൈവം അവരെ ഉണർത്തിയപ്പോൾ ആ ചെറുപ്പക്കാർ ഒരുമിച്ചുകൂടി അവരിൽ തന്നെ പ്രിയപ്പെട്ട തൻ്റെ കൂട്ടുകാരനോട് പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ നാണയത്തുട്ടുകളെടുത്ത് നിങ്ങൾ അങ്ങാടിയിൽ പോവുക, നിങ്ങൾ ഈ ടൗണിൽ പോവുക, ഈ നാണയത്തുട്ടുമായി പോയി നിങ്ങൾ ഭക്ഷണം അന്വേഷിക്കുക. എങ്ങനെയുള്ള ഭക്ഷണം? അപ്പൊ മനുഷ്യാരംഭകാലം എന്നുണ്ടോ? എല്ലാ നാഗരികതകളിലും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ, തൊഴിൽ സംരംഭങ്ങൾ, ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന വിധം ഹോട്ടൽ സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങാടിയിൽ പോയി നിങ്ങൾ ഏറ്റവും മുന്തിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭക്ഷണം, ആളുകൾക്ക് ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവരിക എന്ന വലിയൊരു പാഠം വിശുദ്ധ വേദഗ്രന്ഥം ഖുർആനിൽ ഗുഹാനിവാസികളുടെ കഥ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ലോകത്തെ ഭയപ്പെടുത്തിയ വലിയൊരു റിപ്പോർട്ട് നാം കണ്ടത്. ഭക്ഷണം വേസ്റ്റായതിൻ്റെ ഒരു കണക്ക്. ലോകത്ത് പട്ടിണി അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക്
ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ കഴിയുന്ന വിധം 78 കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെയെങ്കിലും പട്ടിണി അകറ്റാൻ കഴിയുന്ന ഭക്ഷണമാണത്രേ ഒരു വർഷം മനുഷ്യർ വേസ്റ്റായി തള്ളിക്കളഞ്ഞു. 78 കോടി മനുഷ്യർക്ക് ഭക്ഷിക്കാവുന്ന ഭക്ഷണം അത് മാലിന്യ കുമ്പാരങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞു എന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്കാണ്, UNOയുടെ കണക്കാണ്. നമ്മെ അത് നെറ്റിപ്പിക്കേണ്ടതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. حي على الصلاة